ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 11 വാക്യം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഒരു അമ്മയും കുഞ്ഞിൻ്റെയും ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ആരംഭമാണ് ഇവിടെ പറയുന്നത്. ഹാഗാറിനെ കുറിച്ച് നമുക്കറിയാം. ഹാഗാർ ഒരു അടിമ പെൺകുട്ടിയാണ്. അബ്രഹാമിൻ്റെ വീട്ടിലെ വേലക്കാരത്തിയാണ്. സാറായുടെ ദാസിയാണ്. അവർ ഇങ്ങനെ ദാസിവേല ചെയ്യുമ്പോൾ ഒരു ദിവസം ഹാഗാറിനെ സാറ സമീപിക്കുകയാണ്. പറയുകയാണ്, നിനക്കറിയാമല്ലോ എനിക്ക് കുട്ടികളില്ല, അതുകൊണ്ട് നീ അബ്രഹാമിൻ്റെ അടുക്കൽ ചെല്ലണം, എനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ എനിക്കിങ്ങനെ കുഞ്ഞിനെ എനിക്ക് തരണം, ഞാനതെൻ്റെ മക്കളായിട്ട് വളർത്തുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുകയാണ്. അങ്ങനെ ഹാഗാറിന് ഒരു കുട്ടി ജനിക്കുകയാണ്. അതാണ് ഇസ്മായിൽ. അപ്പോൾ ഇങ്ങനെ അല്പസന്തോഷത്തോടെ ഒരു അടിമജീവിതമാണെങ്കിലും ഒരു കുഞ്ഞിനെ കണ്ട സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ആ വാർത്ത അറിയുന്നത്. സാറ വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു, ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു. അതാണ് ഇസാക്ക്. അപ്പം ഇസാക്കിനെ കിട്ടിക്കഴിഞ്ഞപ്പം സാറായുടെ ഭാവം മാറി. അവൾ ക്രൂരമായി പെരുമാറാൻ തുടങ്ങി ഹാഗാറിനോട്. എങ്ങനെയും അവരെ ഉപേക്ഷിക്കണമെന്ന് അബ്രഹാമിനോട് പറയുകയാണ്. കാരണം തൻ്റെ പുത്രൻ ഒരു ദാസിയുടെ കുട്ടിയുമായി വളരുന്നത് സാറായിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അബ്രഹാമിനെ നിർബന്ധിച്ച് ഈ ഹാഗാറിനെയും ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഹാഗാറും ഇസ്മായിലും പോകുന്ന അവിടെ ഇഷ്ടപ്രകാരമല്ല. അവരെ ജീവിച്ചു വരുന്ന സാഹചര്യം അവിടെ നിൽക്കാൻ അവരെ അനുവദിക്കുന്നില്ല. സത്യത്തിൽ ഓരോ പ്രവാസി മലയാളികളുടെയും, ഒരു ശരാശരി പ്രവാസി മലയാളിയുടെയും അവസ്ഥ ഇതാണ്. അവരാരും ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷെങ്കിൽ അവരുടെ വീടിൻ്റെ അവസ്ഥ ഇതുപോലെയുള്ള സാറാമാരുടെ അപമാനവും പരിഹാസവും, അല്ലെങ്കിൽ കടബാധ്യത, ബാങ്ക് ലോൺ എടുത്ത് വലിയ വീട് വെച്ചതിൻ്റെ ബാധ്യത, അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചുള്ള ഭാവി ചിന്ത, അവരുടെ പഠിത്തത്തെക്കുള്ള ചിന്ത, അല്ലെങ്കിൽ ഭാര്യയുടെ പിറുവിറുപ്പാകാം, അല്ലെങ്കിൽ നാട്ടുകാരുടെ അധിക്ഷേപമാകാം, അവനൊരു ജോലിയില്ലല്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ ജോലിയില്ലാത്തവനൊരു പെൺകുട്ടി കിട്ടുന്നില്ല. അതൊക്കെ, ആ അവസ്ഥയൊക്കെ, കടബാധ്യത, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ, ഇതൊക്കെ ഒരു പ്രവാസിക്ക് നാട്ടിൽ നിൽക്കാതെ അവൻ പ്രവാസി ജീവിതം ആരംഭിക്കാൻ വരികയാണ്. പ്രിയമുള്ളവരെ, ഗൾഫ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ടി വിയിലും സിനിമയിലും കാണുന്ന അങ്ങനെയുള്ള ഒരു വലിയ ആഡംബര സംഗതിയല്ല. നമ്മൾ ഒരുപക്ഷെ ടി വിയിൽ എയർപോർട്ടിലെ ഫെസിലിറ്റി കാണുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ മാളുകളൊക്കെ കാണുമ്പം ഇതാണ് ഗൾഫ് എന്ന് കരുതും. അല്ലെങ്കിൽ ആരുടെയും ഒരു ദുബായ് യാത്രയ്ക്കോ അങ്ങനെയൊക്കെയുള്ള ഒരു ഗൾഫ് യാത്രയ്ക്കൊക്കെ പോകും കാണുന്ന ആ നഗരങ്ങളല്ല യഥാർത്ഥത്തിൽ ഗൾഫ് എന്ന് പറയുന്നത്. അതിനുമപ്പുറം ഈ ഹാഗാറിനെ പോലെ മരുഭൂ യാത്രയുടെ അനുഭവമുള്ള കുറേയേറെ ഗൾഫ് പ്രവാസികളുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, എന്നാൽ ഒരു ചുരുക്കം ശതമാനം, ഒരു 10-15% ഗൾഫ് മലയാളികളുടെ ജീവിതം ഒരു മരുഭൂ യാത്രയാണ്. സത്യത്തിൽ ഗൾഫിൽ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന്. അവിടെ ആഹാരമില്ല, അക്കോമഡേഷൻ ഇല്ല, ശമ്പളം പോലും മാസങ്ങളോളം വർഷങ്ങളോളം ശമ്പളമില്ലാതെ അലയുമ്പോഴും അവർ വീട്ടുകാരെ അറിയിക്കത്തില്ല. കാരണം വീട്ടുകാർ പറഞ്ഞാൽ അവർക്ക് വിഷമാവുമെന്ന് കരുതും. അല്ലെങ്കിൽ എവിടുന്നേലും ഇവിടുന്നും ഒക്കെ തിരിമറി നടത്തി, അല്ലെങ്കിൽ കടം വാങ്ങിച്ച് പൈസ അയച്ചു കൊടുക്കും. അവരോട് പറയും എനിക്ക് സുഖമാണെന്ന്. വീട്ടിൽ AC റൂമിൽ ഭാര്യയും മക്കളും ഒക്കെ കഴിയുമ്പോൾ ഇവിടെ ഉറക്കമില്ലാത്ത രാത്രികളിലും പ്രവാസിക്ക് ഡബിൾ ഡെക്കർ മൂട്ടയുള്ള കടികേറ്റ് ഉറക്കമില്ലാത്ത രാത്രികൾ. അവിടെ നാട്ടിൽ 3 നേരവും മട്ടണും ബിരിയാണിയും ചിക്കനും ഒക്കെ കഴിച്ച് അവർ സുഭിക്ഷമായി കഴിയുമ്പോൾ ഇവിടെ പ്രവാസി ഒരു പക്ഷെങ്കിൽ ഒരു കുബൂസും ഒരു ഉള്ളിയും കൂടെ കഴിച്ച് വിശപ്പെടുകയായിരിക്കും. അതുപോലെ നാട്ടിലെ ഓരോ ആൾക്കാർക്കും ഓരോ ബാത്റൂം അറ്റാച്ചുള്ള റൂമുള്ളപ്പോൾ ഇവിടെ അനേകർ ഉപയോഗിക്കുന്ന ഒരു ശുചിമുറിക്ക് വേണ്ടി തൻ്റെ ഊഴം കാത്ത് നിൽക്കുന്ന പ്രവാസി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ദുസ്സഹമായ ജീവിതം നയിക്കുമ്പോഴും അവൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് പിന്നെ വീടിൻ്റെ സാഹചര്യം ഓർത്താണ്. നാട്ടിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ദുസ്സഹമായ ജീവിതം നയിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു സുപ്രഭാതം കേൾക്കുന്ന കോൺട്രാക്റ്റ് പോയി, ജോലി പോയി. ഹാഗാറിന് അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും തുരുത്തിലെ വെള്ളവും പോകുന്ന പോലെ തൻ്റെ ജോലി പോകുമ്പോൾ ഒരു പ്രവാസി എന്ത് ചെയ്യും? അന്നേരവും ഓർക്കുന്ന ഹാഗാർ തൻ്റെ ഇസ്മായിലിനെ
കുറിച്ചുള്ള ഓർമ്മയാണ്. ഒരു പ്രവാസിക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ എങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നാട്ടിലുള്ള ഭാര്യയും അപ്പനെയും അമ്മയെ കുറിച്ച് ആർക്കും ചിന്ത. അപ്പോഴും കണ്ണീരോടെ ഉറക്കെ നിലവിളിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഉറക്കെ നിലവിളിക്കുന്ന ഹാഗാർമാരായ പ്രവാസികളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉറക്കെ നിലവിളിക്കുമ്പോൾ അവരുടെ കണ്ണുനീർ കൊണ്ട് അവർ നിൽക്കുന്നിടം പ്രാർത്ഥനാലയമാകുമ്പോൾ അവർ തിരിച്ചറിയുകയാണ് താൻ നിത്യം പോയിരുന്ന ദേവാലയത്തെക്കാൾ, ആ അൾത്താരയേക്കാൾ വളരെ ശക്തിയുള്ളതാണ് താൻ നിൽക്കുന്ന ഇടമെന്ന്. അതായത് അവിടെ കുടിയിരിക്കുന്ന, നമ്മുടെ നാട്ടിലെ പള്ളികളിലൊന്നും കുടിയിരിക്കുന്ന ദൈവമല്ല, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമുണ്ടെന്ന് പ്രവാസി തിരിച്ചറിയുകയാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ അവരറിയാതെ അവരോട് പോയ ദൈവം, യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെ അവരവിടെ മുഖാമുഖം കാണുകയാണ്. അത് ആ ദൈവം ഒരു നീരുറവയായി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഹാഗാറിന് നീരുറവ പ്രത്യക്ഷപ്പെടുന്ന പോലെ അവിടെ കാണുകയാണ്. പിന്നെ അവിടുന്ന് അവൻ്റെ ജീവിതം മെച്ചപ്പെടുകയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ചുരുക്കം ചിലരുടെയെങ്കിലും പ്രവാസ ജീവിതം ആ മരുഭൂയാത്രയായി തന്നെ തുടരും. കാരണം ഈ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിയമലംഘിതമായി അവിടെ ജോലി ചെയ്യും. ഈന്തപ്പനത്തോട്ടങ്ങളിലും കോൺട്രാക്ട് കമ്പനിയിലൊക്കെ ജോലി ചെയ്തിട്ട് ആ പ്രതികൂല കാലാവസ്ഥയിൽ അലർജിയായി, അസുഖമായി, രോഗബാധിതനായി കിടക്കുമ്പോൾ ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത് തൻ്റെ വീട്ടിൽ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയും ഒക്കെ അടുത്ത് പോയി മരിക്കണമെന്ന് പോലും ആയിരിക്കും. അതുപോലും സാധിക്കാത്ത എത്രയോ പ്രവാസി മലയാളികളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രവാസത്തിലായിരിക്കുന്നവരുടെ വീട്ടുകാർ, നാട്ടിലിരിക്കുന്ന വീട്ടുകാർ ചെയ്യേണ്ടത് ഇതാണ്: അവർക്ക് വേണ്ടി അനുദപിച്ച് പ്രാർത്ഥിക്കുക. അവരിത് അയച്ചു തരുന്ന തുച്ഛമായ പൈസ അത് വേണ്ടതുപോലെ വിനിയോഗിക്കുക. അതായത് കടം വാങ്ങിച്ച് ആഡംബരം കാണിക്കരുത്, ധൂർത്തടിക്കരുത്, ഇല്ലാത്ത പൊങ്ങച്ചം, ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞുള്ള പൊങ്ങച്ചം കാണിക്കരുത്. നമ്മുടെ മക്കളെ ഉള്ള പൈസ കൊണ്ട്, പക്ഷേ പപ്പായുടെയും അമ്മയുടെയും അല്ലെങ്കിൽ തൻ്റെ മക്കളുടെയൊക്കെ, ഗൾഫിൽ നിൽക്കുന്ന മക്കളുടെയൊക്കെ കഷ്ടപ്പാട് കണ്ട് വളരുവാൻ അവരെ അനുവദിക്കണം. ഏറ്റവും വലുതായ കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഒരു നീരുറവയായി ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടാൻ, ബെന്യാമിൻ കഥകളിലെ ഒരു ഇബ്രാഹിം ഖാദിരിയായി, അല്ലെ ഒരു കുഞ്ഞാക്കിയായി ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടാൻ, നല്ല കൂട്ടുകാരായി ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യുദ്ധങ്ങളും കലഹങ്ങളും മാറിപ്പോകാൻ പ്രാർത്ഥിക്കണം. കാരണം നമ്മളുടെ പ്രവാസികളൊക്കെ ജോലി ചെയ്യുന്നിടത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ ആ യുദ്ധം മൊത്തത്തിൽ ബാധിക്കും. സാമ്പത്തിക മേഖലയൊക്കെ തകർക്കും. അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടും. ജോലി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉപജീവനമാർഗ്ഗമാണ് നഷ്ടപ്പെടുന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളും കലഹങ്ങളും മാറിപ്പോവാൻ, ലോകത്ത് സമാധാനം ഉണ്ടാകുവാൻ, ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ നമ്മുടെ പ്രവാസികളോട് പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യപരമായ സമാധാനത്തോടെയുള്ള വീട്ടിലേക്കുള്ള, നാട്ടിലേക്കുള്ള തിരിച്ചുവരവിനെ പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.